റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറത്ത് ദേശീയപാത 66 മേൽപ്പാലത്തിലും സർവീസ് റോഡിലും വിള്ളൽ. മലപ്പുറം ചമ്രവട്ടം ജംഗ്ഷനിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചതുപ്പ് നിലത്തിലൂടെയാണ് ഇവിടെ ദേശീയപാത കടന്നുപോകുന്നത്. ചതുപ്പ് നിലത്ത് പൈലിംഗ് നടത്താതെ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതാണ് വിള്ളൽ വരാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എന്നാൽ വാഹനമിടിച്ചാണ് മേൽപ്പാലത്തിന്റെ ഭിത്തിയിൽ വിള്ളൽ ഉണ്ടായത് എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വാദം. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി തത്സമയം ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, കഴിഞ്ഞ മഴക്കാലത്താണ് ഏറ്റവും അധികം വിള്ളലുകൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കണ്ടത്. വേനൽ മഴ ഒന്ന് പെയ്തപ്പോൾ വീണ്ടും പലയിടങ്ങളിൽ കാസർഗോഡും ഇപ്പോൾ മലപ്പുറത്തുമൊക്കെ സമാനമായ സാഹചര്യം ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും മാധു, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം ജംഗ്ഷനിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. താഴെ ഭാഗത്ത്, അതായത് ഈ മേൽപ്പാലത്തിൻ്റെ താഴെ ഭാഗത്ത് കൃത്യമായിട്ട് ഭിത്തികളിലൊക്കെ തന്നെ വിള്ളൽ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മളുള്ളത് ഈ പാലത്തിൻ്റെ മുകൾ വശത്താണ്. ഈ മുകൾ വശത്തെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വിള്ളലാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കുന്നത്. കൂരിയാടൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ വന്നത് ഇതുപോലുള്ള ചെറിയ വിള്ളലാണ്. പിന്നീട് അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശം ചതുപ്പ് നിലമാണ്. ഇവിടെ കൃത്യമായി പൈലിംഗ് ഉൾപ്പെടെ നടത്തി വേണം ഈ ദേശീയപാതയുടെ പണി പുരോഗമിക്കാനെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരുൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷേ അത്തരത്തിലൊന്നും നടന്നിട്ടില്ല. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഇതാ പ്രദേശവാസി കൂടി ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നത് ചേട്ടത് ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇതൊരു പൂർണ്ണമായിട്ടും ജനവാസ മേഖലയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ചമ്രവട്ടം ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിയുടെ ഹൃദയഭാഗമാണ്. ഈ ഹൃദയഭാഗത്താണ് ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ വളരെ ഈ പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങളൊക്കെ വളരെയധികം ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ വന്നതോട് കൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യം ഉള്ളത്. ഈ പ്രദേശം ചതുപ്പ് നിലമാണല്ലേ? തീർച്ചയായിട്ടും. ഇതിൻ്റെ പേര് ഇഴുവത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇഴുവത്തുരുത്താണ് ഇഴുവത്തുരുത്തിയായിട്ട് മാറിയത്. എന്ന് വെച്ചാൽ BM കായലിനെയും അതുപോലെ തന്നെ ചമ്രവട്ടം ഭാരതപ്പുഴയെയും BM കായലിനെയും അറബിക്കടലിൻ്റെയും ഇടയിലുള്ള ഒരു തുരുത്താണ് ഈ ഇഴുവത്തുരുത്ത്. ഇത് പൂർണ്ണമായിട്ടും നഞ്ചയും ചതുപ്പ് നിലവും അടങ്ങിയിട്ടുള്ള ഈ പ്രദേശത്ത് അപ്രോച്ച് റോഡടക്കമുള്ള പ്രദേശങ്ങൾ കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള പൈലിംഗ് നടത്തി വേണം ഇത്തരത്തിലുള്ള അപ്രോച്ച് റോഡുകളുടെ മുകളിലുള്ള ഭീമാകാരമായിട്ടുള്ള കോൺക്രീറ്റുകൾ നിർമ്മിക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതികളും നിർമ്മിക്കാതെയാണ് ഇത്തരത്തിലുള്ള അപ്രോച്ച് റോഡുകളുടെ മുകളിലും ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കരാർ കമ്പനി പറയുന്നത് ഈ ഭാഗത്തായിട്ട് വാഹനം ഇടിച്ചതിൻ്റെ പുറത്താണ് ഈ വിള്ളൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് സമ്മതിക്കാം. ഈ വിള്ളലൊക്കെ അങ്ങനെ സംഭവിച്ചതാണ് എന്ന് സംഭവിക്കാം. പക്ഷേ നിലവിൽ ഈ റോഡിൽ കാണുന്ന വിള്ളൽ അത് ഇത്തിരി ഗൗരവമേറിയതാണ്. ഇവിടെ നിന്ന് തുടങ്ങി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നിന്ന് തുടങ്ങി പാലത്തിലുടനീളം ഈ വിള്ളലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. എന്തായാലും താഴെ സ്ഥലത്ത്, അതായത് പാലം തുടങ്ങുന്ന ഭാഗത്ത് ഈ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മറ്റു ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. ആ ഭാഗങ്ങളിൽ ആ കോൺക്രീറ്റ് കട്ടകളിൽ വരെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തേണ്ട അനിവാര്യത അത് ഏറെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഈ വിള്ളൽ നടന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഭാഗത്ത് റോഡിന്റെ കൈവരിയിൽ താഴെ കോൺക്രീറ്റിന്റെ കട്ടകളിൽ അടക്കം വിള്ളൽ ഉണ്ടാകാൻ മാത്രം എന്ത് ആക്സിഡന്റ് ആണ് ഒരു റോഡിൽ ഉണ്ടാകേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. ഒരു മേൽപ്പാലത്തെ അപ്പാടെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളം ഞെട്ടിയിരിക്കണമല്ലോ. കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു അപകടത്തിലേക്കൊക്കെ വഴിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു. എത്രയും പെട്ടെന്ന് ഇടപെടണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മാധു, ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ റോഡിൽ വിള്ളലുണ്ട്, റോഡിന്റെ കൈവരിയിൽ വിള്ളലുണ്ട്, താഴേക്കുള്ള കോൺക്രീറ്റിന്റെ തിട്ടയിൽ വിള്ളലുണ്ട്, താഴെ അടുക്കി വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് കട്ടകളിൽ വരെ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനം. അവിടുത്തെ ഭൂപ്രകൃതിയെ മാനിക്കാതെ അല്ലെങ്കിൽ കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണ രീതിയാണ് സംഭവിച്ചത് എന്നുള്ളത് കൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ വാട്ടർ ബോഡിയാണ് അതിന് മുകളിൽ പൈലിംഗ് നടത്താതെ മണ്ണ് മാത്രം ഇട്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഈ മഴക്കാലത്ത് പെട്ടെന്ന് ഈ തരത്തിൽ വിള്ളൽ ഉണ്ടാകുന്നത് എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരു ആക്സിഡന്റ് കാരണം സംഭവിച്ചതാണ് എന്നാണ് അധികൃതർ പറയുകയും ചെയ്യുന്നത്.